ചേളന്നൂർ പൊഴിക്കാവ് കുന്നിലെ മണ്ണ് ഖനനത്തിനെതിരായ ജനകീയ സമരം 1.5 മാസം പിന്നിടുന്നു. ചൂഷണത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാടാകെ ഒറ്റക്കെട്ടായി നിന്നാണ് ഒരു കുന്നിന് സംരക്ഷണം ഒരുക്കുന്നത്. പ്രതിഷേധങ്ങളുടെ ഫലമായി മണ്ണെടുപ്പ് താത്കാലികമായി നിർത്തിയെങ്കിലും പ്രദേശവാസികളുടെ ആശങ്ക ഒഴിയുന്നില്ല. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ 9 മാസം മുൻപാണ് പൊഴിക്കാവ് കുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വലിയ കുന്നിടിച്ച് മണ്ണെടുപ്പ് ആരംഭിച്ചത്. ജിയോളജി വകുപ്പ് നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു മണ്ണെടുപ്പ്. നിലവിൽ പരിസ്ഥിതിലോല പ്രദേശത്തു നിന്നും അനുവദനീയമായ അളവിൽ കൂടുതൽ മണ്ണെടുത്തു കഴിഞ്ഞു. 50ഓളം വീടുകളാണ് കുന്നിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നത്. കുന്നിടിക്കൽ ആരംഭിച്ചതോടെ കിണറുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു. ഇതോടൊപ്പം വെള്ളത്തിൽ ചെളി കൂടി കലർന്ന് കുടിവെള്ളം മുട്ടിയതോടെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിച്ചു. കുടിവെള്ള പദ്ധതിയിലൂടെ ലഭിക്കുന്ന വെള്ളമാണ് പ്രദേശവാസികളുടെ നിലവിലെ ആശ്രയം. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കലേ ഇല്ല. നന്നായിട്ട് പൊടിയും പിന്നെ വീടാണെങ്കിൽ ഫുള്ള് ചുവപ്പ് കളറായി കിടക്കുക, പൊടിമണ്ണായിട്ട്. പിന്നെ ശ്വാസമുട്ടിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പിന്നെ മഴയത്ത് ഇതിലെ റോഡിൽ തിരയെ പോകാൻ പറ്റില്ല. പിന്നെ വെയിലാണെങ്കിൽ പൊടി ശല്യം എല്ലാം കൂടിയായിട്ട്. അളവിൽ കൂടുതൽ മണ്ണെടുത്തതിനാൽ കുന്നിന്റെ ശേഷിക്കുന്ന ഭാഗം ഏതു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണുള്ളത്. മഴ പെയ്താൽ ഇളകിയ മണ്ണ് ഒഴുകി റോഡിലും സമീപത്തെ വീടുകളിലും എത്തും. പൊടിശല്യവും രൂക്ഷമാണ്. ഈ മണ്ണ് വന്നിട്ട് ഇവിടെ ചളിയായിരുന്നു, നടന്നു പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല. ഈ മണ്ണെല്ലാം ചെന്ന് വീഴുന്നത് താഴത്തെ ചളിയായിട്ട്. ഈ പറമ്പ് കുറേ വീടുകൾ താഴോട്ട് വീടുകളാണ്. റോഡിന് നേരെ പോയിട്ട് താഴത്തുള്ള വീടുകളിലൊന്നും നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായി. മൊത്തം ചളി പൊടി എന്ന് പറഞ്ഞ അവസ്ഥയായി. അങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നത്തിൽ കൂടുതൽ അടുക്കുന്നത്. അടുത്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. വലിയ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒന്നുമില്ല എന്നറിയുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്താതെ തുടരുന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പ് കൃഷിനാശത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുമെന്ന് പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ പറയുന്നു. ഇത് മാതിരി മണ്ണെടുക്കണമെങ്കിൽ 10 ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുമതി വേണം. തഹസിൽദാർ മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ജിയോളജി, മൈനിങ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് മുതൽ 10ൽ ഏറെ വകുപ്പുകളുടെ പോലീസ് ഉൾപ്പെടെ അനുമതി കിട്ടിയാൽ മാത്രമേ ഇത് മണ്ണെടുക്കാൻ സാധിക്കൂ. പക്ഷേ ഇത്തരം അനുമതികളെല്ലാം ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് തയ്യാറാക്കി കൊടുക്കുന്ന, റെഡിയാക്കി കൊടുക്കുന്ന ചില ഏജൻസികൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ജില്ലകളിലുണ്ട്, നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെയുണ്ട്. അവർ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ്, സർവീസ് ഫീസ് ഇനത്തിൽ വാങ്ങിയിട്ടാണ് ഇതിൻ്റെ കടലാസുകളൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. മണ്ണെടുപ്പിന് താൽക്കാലിക പരിഹാരമായെങ്കിലും പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.